മനസ്സിൻ്റെ മായികക്കൂട്ടിലുണ്ടെപ്പോഴും മധുരമാമൻ ഗ്രാമചിത്രഭംഗി. അതിരണിക്കാടുകൾ കുശലം പറയുന്ന വഴികളിലൂടെ നടന്ന കാലം. പേരറിയാത്ത മരത്തിൻ്റെ നിഴലിൽ കൊത്തങ്കല്ലാടി കളിച്ചോരു ബാല്യവും പട്ടുപാവാടയും ദാവണിപ്രായവും അമ്മയെ പോൽ നോക്കി നിന്ന ഗ്രാമം. എന്നമ്മയെ പോൽ നോക്കി നിന്ന ഗ്രാമം. മക്കളെ, ഇത് ടീച്ചർ എഴുതിയ എൻ്റെ ഗ്രാമം എന്ന കവിതയിലെ കുറച്ച് വരികളാണേ. ഞാനിപ്പോൾ ഇതിവിടെ ചൊല്ലിയത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് വെക്കേഷനൊക്കെ ആണല്ലേ, അപ്പോൾ ഒരുപാട് എഴുതാനും വരയ്ക്കാനും അല്ലേ കളിക്കാനൊക്കെയുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനും പറ്റൂലേ. കളിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ലേ? അതുപോലെ നമ്മൾ കാണുന്ന കാഴ്ചകളെ നമ്മൾ എന്ത് ചെയ്യുക, മനോഹരമായ ഒരു ഫ്രെയിമായിട്ട് നമുക്ക് ഓരോ കാഴ്ചയും കാണാൻ പറ്റില്ലേ. നമ്മളൊരു വയൽ കാണുകയാണെങ്കിൽ, നമ്മളൊരു മല കാണുകയാണെങ്കിൽ, രാവിലെ എഴുന്നേറ്റ് ജനലിനപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് മനോഹരമായ ഒരു സൂര്യൻ്റെ ഉദയ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ വരുന്നത്, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. ഈ ചൂടിന് പൂക്കളൊന്നും വിരിഞ്ഞു നിൽക്കുന്നതൊന്നും നിങ്ങൾ കാണില്ല. എന്നാലും മാമ്പൂ അല്ലേ, മാമ്പഴക്കാലമൊക്കെയാണ്, അപ്പോൾ മാങ്ങകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഭാവനയും കൂടെ ചേർത്തുകൊണ്ട് ഒരു കഥയായിട്ടും കവിതയായിട്ടും അതുപോലെ ഓർമ്മക്കുറിപ്പുകളായിട്ടും കുഞ്ഞുനാളത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരും അല്ലേ. അപ്പോൾ അതൊരു ഓർമ്മക്കുറിപ്പൊക്കെ ആയിട്ട് എഴുതാൻ നമുക്ക് പറ്റും. ഇതിനൊക്കെ എന്ത് വേണം? ഭാഷ വേണം അല്ലേ. മനോഹരമായിട്ട് നമുക്കിതൊക്കെ കൈകാര്യം ചെയ്യാൻ നല്ലൊരു ഭാഷ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഭാഷയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിൽ നമുക്കറിയാം അല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആശയവിനിമയം നടത്തുന്നത് ഭാഷ ഉപയോഗിച്ചിട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ഈ കാവ്യാത്മകമായിട്ട് അല്ലെങ്കിൽ കഥയാക്കുന്ന സമയത്ത് അതിനൊക്കെ മറ്റ് വ്യത്യസ്തമായ രീതികളുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും പറഞ്ഞു വച്ച രീതിയിലല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റൈല് അല്ലേ. നിങ്ങളൊക്കെ ബഷീറിൻ്റെ കൃതികളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണും ബഷീറിയൻ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഓരോ എഴുത്തിനും നിങ്ങളുടെ ഒരു അടയാളപ്പെടുത്തൽ അവിടെ ഉണ്ടാവണം. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം? അത്യാവശ്യം വായനയൊക്കെ വേണം അല്ലേ, പിന്നെ കേൾക്കണം. അപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. മനോഹരമായ ഒരു ഡയറി അല്ലെങ്കിൽ ഒരു ചിത്രം. എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ പണ്ട് കാലത്ത് ഉണ്ടായതിനെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ വെക്കേഷൻ സമയം നിങ്ങൾ ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. നല്ലൊരു കഥയും കവിതയും അല്ലെങ്കിൽ നല്ലൊരു ലേഖനവും മനോഹരമായൊരു ചിത്രമൊക്കെ വരച്ചിട്ട് വളരെ സർഗാത്മകമാക്കണം നിങ്ങളുടെ ഈ ഒരു അവധിക്കാലത്ത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാച്ചുണ്ട്. ഏതാണ് ആ ബാച്ച്? അവഞ്ചേഴ്സ് ബാച്ചാണ്. അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിനിപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥം 3 സ്കീമുകളാക്കിയിട്ട് അത് തിരിച്ചിട്ടുണ്ട്. 3 ടൈപ്പ് പഠന രീതി വെച്ചാൽ പഠിക്കുന്ന രീതി ഒന്ന് തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതിനൊരു 3 സ്കീമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു വിഷു കഴിഞ്ഞാലും ഓഫർ അവസാനിച്ചിട്ടില്ല. മെയ് 10-ാം തീയതി വരെ ഒരു 10% ഓഫറോട് കൂടി അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്, CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമൊക്കെ ഉണ്ട്. സോ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങളവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവസാന നിമിഷം നമുക്ക് എന്താണ് ചക്രശ്വാസം വലിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലോട്ടേക്കും പോകുന്നോളൂ കേട്ടോ.